ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത്. അതിനായിട്ട് ഇവിടെ ഞാൻ 4 ബ്രെഡിൻ്റെ സ്ലൈസുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അരികെല്ലാം എന്താ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ അരികെ കളഞ്ഞാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ അരികെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീം 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ബ്രെഡിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. ഒരു സൈഡിൽ മാത്രം പുരട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ പീസ് കൂടി എടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത്തിരി അമർത്തിയാൽ മതി. എന്നിട്ട് ഒന്ന് നന്നായി ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു കുറച്ച് നേരം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അതൊന്ന് കുറുകി വരും കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് കഷ്ണത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് എല്ലാ ബ്രെഡിൻ്റെ മീതെയും ആവുന്ന വിധത്തിൽ നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാത്തിലും ആയിട്ടുണ്ട്. ഇനി ഞാനത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കും. അതിന് മുന്നേ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എന്ത് നട്ട്സുള്ള വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ പുഡിങ് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കഴിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.